കെ സുധാകരൻ എന്താണ് കണ്ണൂരിൽ CPM-നോട് അടിച്ചു നിൽക്കുന്ന കരുത്തനായ ഒരു നേതാവ്. അപ്പോൾ സിംഹത്തിൻ്റെ പടമൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ പോസ്റ്ററൊക്കെ അടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ CPM-കാർ തിരിച്ച് സട കൊഴിഞ്ഞ സിംഹം എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ ആ സടകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങുന്ന ഒരു സമയമാണ്. അത് അദ്ദേഹം സ്വയം ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യേണ്ടത് ആ പാർട്ടിയാണ്, കോൺഗ്രസ് പാർട്ടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് പ്രായാധിക്യത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്ന ആർക്കും മനസ്സിലാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പബ്ലിക് അപ്പിയറൻസിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട്. സ്വാഭാവികമാണ്, 80 വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് വെച്ചാൽ അത് കോൺഗ്രസ് തന്നെയാണ് ഡീൽ ചെയ്യേണ്ടത്. കോൺഗ്രസ് അത് ഡീൽ ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഈ സുധാകരൻ, 2 സുധാകരന്മാരെന്നും ഒരേപോലെയാണെന്ന് ജിമ്മി പറയുമ്പോൾ എനിക്ക് അതിൽ അഭിപ്രായമുള്ളത് ഒരേ തോൽപക്ഷികളല്ല, ചെറിയ തൂലൊക്കെ വ്യത്യാസമുണ്ട് എന്നാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 2 പേരുടെയും പബ്ലിക് ഇമേജ് പ്രധാനമാണ്. കെ സുധാകരനുള്ള പബ്ലിക് ഇമേജ് അല്ല സുധാകരനുള്ളത്. 2 പേരും 2 ഇമേജിൻ്റെ ആൾക്കാരാണ്. കെ സുധാകരൻ എന്താണ് കണ്ണൂരിൽ CPM-നോട് അടിച്ചു നിൽക്കുന്ന കരുത്തനായ ഒരു നേതാവ്. അപ്പോൾ സിംഹത്തിൻ്റെ പടമൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ പോസ്റ്ററൊക്കെ അടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ CPM-കാർ തിരിച്ച് സട കൊഴിഞ്ഞ സിംഹം എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ ആ സടകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങുന്ന ഒരു സമയമാണ്. അത് അദ്ദേഹം സ്വയം ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യേണ്ടത് ആ പാർട്ടിയാണ്, കോൺഗ്രസ് പാർട്ടിയാണ്. അതിന് അവർക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല. അങ്ങനെ ഒരാൾ പ്രായമായി റിട്ടയർമെൻറ്റായി. ഇപ്പോൾ ഉദാഹരണത്തിന് PJ കുര്യൻ പലതരത്തിലും പാർലമെൻ്ററി പദവികൾ വഹിച്ചിട്ടുള്ള ഒരാളാണ്. ദീർഘകാല MP ആയിരുന്ന ആളാണ്, രാജ്യസഭയിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ എന്തിനു മത്സരിക്കണം, ചെറുപ്പക്കാർ വരട്ടെ. അതൊരു പ്രായോഗിക ബോധമുള്ള ഒരു മനുഷ്യൻ്റെ റിയാക്ഷനാണത്. അദ്ദേഹത്തിന് അറിയാം ഞാനിപ്പോൾ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ പോലും കോൺഗ്രസ്സിലോ പ്രവർത്തകർ ആരും തന്നെ അത് അംഗീകരിക്കില്ല എന്ന് PJ കുര്യൻ നന്നായിട്ട് അറിയാം. ഈ ബോധം സുധാകരനില്ല. സുധാകരൻ ആ ബോധമില്ലെങ്കിൽ സുധാകരൻ്റെ ഒപ്പം നടക്കുന്ന ആളുണ്ടല്ലോ, ഇപ്പോൾ റിജിൽ മാക്കുറ്റിയെ പോലുള്ള ആളുകൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അത് നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം.